മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഫസ്റ്റ് പോർഷനിൽ നമ്മൾ യൂട്ടിലിറ്റിയെ പറ്റി പറഞ്ഞെങ്കിൽ പോലും ഈ യൂട്ടിലിറ്റി എന്ന ടോപ്പിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പഠിച്ചതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു ലോ ഓഫ് ഡിമാൻഡ്. നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിലേക്കും ലോ ഓഫ് ഡിമാൻഡ് ആവശ്യമായിട്ടുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസും ഡിമാൻഡും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് പ്രൈസ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുകയും പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയുകയും ചെയ്യും. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. സോ ഈ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോ ഓഫ് ഡിമാൻഡിൻ്റെ അസംഷൻസ്, എക്സെപ്ഷൻസ്, ലോ ഓഫ് ഡിമാൻഡ് മറ്റു കാര്യങ്ങളെല്ലാം പഠിച്ചു അല്ലേ. എന്നാൽ ഈ ലോ ഓഫ് ഡിമാൻഡിനകത്തൊരു ചെറിയൊരു പോരായ്മയുണ്ട്. ലോ ഓഫ് ഡിമാൻഡിന് ഒരു ചെറിയൊരു ക്ലാരിറ്റിയുടെ കുറവുണ്ട്. എന്താണ് ആ പോരായ്മ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ കൂടെ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞ് കേൾപ്പിക്കാം. സോ ഇവിടെ പറയുന്നത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്നാണ്. ഇവിടെ എത്ര രൂപ കുറയുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, അങ്ങനെ ഒരു നമ്പറിൽ ഇവിടെ മെഷർമെൻറ്റ് ഇല്ല. സി, നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കണോ, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ എത്ര രൂപ കുറഞ്ഞാൽ എത്ര ഡിമാൻഡ് കൂടും അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. 10 രൂപ കുറയുമ്പോൾ ഇത്ര ഡിമാൻഡ്, അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. നമ്മൾ ആകെ പറയുന്നത് എന്താ ലോ ഓഫ് ഡിമാൻഡിൽ? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം വരും, എത്ര രൂപ കുറയുമ്പോൾ എത്ര ഡിമാൻഡ് കൂടും? അങ്ങനെ ഒന്നും തന്നെ ലോ ഓഫ് ഡിമാൻഡിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഇവിടെ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്, എക്സ് എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, വൈ എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മുടെ മുന്നിൽ എക്സ് എന്നൊരു പ്രോഡക്റ്റുമുണ്ട്, വൈ എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. എക്സിൻ്റെയും വൈയുടെയും ഇപ്പോഴത്തെ പ്രൈസ്, നിലവിൽ അവരുടെ രണ്ടുപേരുടെയും പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപ തന്നെയാണ്. എക്സ് എന്ന പ്രോഡക്റ്റിൻ്റെയും വൈ എന്ന പ്രോഡക്റ്റിൻ്റെയും അറ്റ് പ്രസൻറ്റ് 100 രൂപ തന്നെയാണ്. ഓക്കെ, ഈ 100 രൂപയായിരുന്നപ്പോൾ എക്സ് 10 യൂണിറ്റ് വിറ്റു, വൈ 12 യൂണിറ്റ് വിറ്റുപോയി. ഇത്രയൊക്കെയാണ്. എക്സിൻ്റെ വില 100 രൂപ, 100 രൂപയായിരുന്നപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എക്സ് എന്ന പ്രോഡക്റ്റ് 10 എണ്ണം വിറ്റുപോയി. വൈ എന്ന പ്രോഡക്റ്റിൻ്റെ വില 100 രൂപ തന്നെയാണ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വൈ എന്ന പ്രോഡക്റ്റ് 12 എണ്ണം വിറ്റുപോയി. ഓക്കെ, സോ ഇങ്ങനെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എക്സിൻ്റെ വില കുറയുന്നു. എക്സിൻ്റെ വില കുറയുന്നു. എത്രയായിട്ട് കുറയുന്നു? 80 ആയിട്ട് കുറഞ്ഞു. എക്സ് എന്ന പ്രോഡക്റ്റിൻ്റെ വില 80 ആയിട്ട് കുറഞ്ഞു. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ അതിനകത്ത് എത്ര കുറയുമ്പോൾ എത്ര കൂടും എന്നൊന്നും പറയുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞു, 100ൽ നിന്നും 80 ആയിട്ട് കുറഞ്ഞു. ഡിമാൻഡ് 11 ആയി. ഓക്കെ ആണേ. പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി എന്ന ലോയ്ക്ക് യാതൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല. പ്രൈസ് ഡിക്രീസ് ചെയ്തു ആണല്ലോ, 100ൽ നിന്നും 80 ആയി കുറഞ്ഞു. അപ്പോൾ ഡിമാൻഡോ 10ൽ നിന്നും 11 ആയി കൂടി. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് ഇവിടെ പ്രത്യേകിച്ച് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. പക്ഷേ വൈയുടെ കേസും ഇതുപോലെ തന്നെ 80 ആയിട്ട് കുറയുന്നു. വൈ എന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസും 80 ആയിട്ട് കുറയുന്നു. ഡിമാൻഡ് 20 ആയിട്ട് കൂടി. നോക്കൂ, ഡിമാൻഡ് 20 ആയിട്ട് കൂടി. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് എക്സും വൈക്കും ഒരേ ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ലോ ഓഫ് ഡിമാൻഡ് പറയുമ്പോൾ എക്സിന് എന്താ സംഭവിച്ചത്? പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. വൈക്ക് എന്താ സംഭവിച്ചത്? പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. സി, ഇൻ ബോത്ത് കേസസ് വെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് വിൽ ഇൻക്രീസ്. ആ ഒരു ലോ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് രണ്ട് പ്രോഡക്റ്റും സാറ്റിസ്ഫാക്ഷൻ ആണ്. ലോ ഓഫ് ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. രണ്ട് പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് കുറഞ്ഞല്ലോ, കുറഞ്ഞു. ഡിമാൻഡ് കൂടി. പക്ഷേ ഇവിടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സിൻ്റെയും വൈയുടെയും പ്രൈസ് കുറഞ്ഞത് ഒരുപോലെയാണ്. 100ൽ നിന്ന് 80ലേക്ക്. എക്സിൻ്റെയും വൈയുടെയും ഡിമാൻഡ് പക്ഷേ എങ്ങനെയാണെന്നൊന്ന് നോക്കിയേ. എക്സിൻ്റെയും വൈയുടെയും പ്രൈസ് കുറഞ്ഞത് ഒരുപോലാണ്. 100ൽ നിന്ന് 80യിലോട്ട് കുറഞ്ഞു. പക്ഷേ ഡിമാൻഡ് സംഭവിച്ചത് എന്താ? എക്സിനാകെ 1 യൂണിറ്റാണ് അഡീഷണൽ വിറ്റുപോയത്. എന്നാൽ വൈക്കോ 8 യൂണിറ്റിൻ്റെ അഡീഷൻ വന്നിട്ടുണ്ട്. സി, ഇവിടെ ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് രണ്ട് പ്രോഡക്റ്റിൻ്റെയും വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടിയെന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, മെഷർമെൻറ്റ് വരുന്നില്ല. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും എന്ന് പറയുന്നതല്ലാതെ
എത്ര രൂപ കുറയുമ്പോൾ എത്ര ഡിമാൻഡ് കൂടി അങ്ങനൊന്നും തന്നെ പറയുന്നില്ല. അതാണ് ഈ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു പോരായ്മ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ലോ ഓഫ് ഡിമാൻഡിനകത്ത് ഇതുപോലത്തെ മോണിറ്ററി മെഷർമെൻറ്റ്, അതായത് പണപരമായിട്ടുള്ള നമ്പേഴ്സിനകത്ത് മെഷർമെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്കാണ്. നമ്മുടെ ഈ ഡിമാൻഡ് എസ്റ്റിമേഷനിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു നിയമം മാത്രമാണ്. വളരെ വേഗമായിട്ട് അൺക്ലിയർ ആയിട്ടാണ് പറയുന്നത്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, എത്ര പ്രൈസ് കുറയുമ്പോൾ എത്ര ഡിമാൻഡ് കൂടും അങ്ങനൊന്നും പറയാത്തിടത്തോളം നേരത്തെ എക്സാമ്പിളിൽ എക്സും വൈയും ഒരുപോലെയാണ്. സത്യത്തിൽ എക്സും വൈയും ഒരുപോലെ അല്ല. എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടിയതിനേക്കാൾ 10 മടങ്ങാണ് വൈയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടിയത്. ഈ ഒരു കോൺസെപ്റ്റ്, അതായത് എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം അൺക്ലിയർ ആയിട്ട് വേഗമായിട്ട് ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് ചുമ്മാ അങ്ങ് പറയാം, ഓക്കെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്ന് മാത്രം പറയാം. പക്ഷേ ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് കുറയുന്നതനുസരിച്ചുള്ള ഡിമാൻഡിൻ്റെ വ്യത്യാസം വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് അതൊന്നും മെഷർ ചെയ്യുന്നില്ല. എക്സ് എന്ന പ്രോഡക്റ്റും വൈ എന്ന പ്രോഡക്റ്റും ഇവിടെ ലോ ഓഫ് ഡിമാൻഡിൻ്റെ കണ്ണിൽ ഒരുപോലാണല്ലോ. എന്നാൽ എപ്പോഴും അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൈസ് ഒന്ന് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടിനും ഒരുപോലല്ല. എക്സിനകത്ത് എന്ത് ഡിമാൻഡ് കൂടിയെന്നാ 1 യൂണിറ്റാണ് കൂടുതൽ വിറ്റുപോയത്. വൈയുടെ കേസിൽ 8 ഇരട്ടിയാണ്, 8 ടൈംസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോ ഓഫ് ഡിമാൻഡ് കൊണ്ട് മാത്രം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? മാനേജീരിയൽ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി ഇൻ ടു ബിസിനസ് എന്നാണ്. വാട്ട് എക്കണോമിക് തിയറി? മൈക്രോ എക്കണോമിക് തിയറീസ് ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മൈക്രോ എക്കണോമിക് തിയറി തന്നെയാണ്. പക്ഷേ ലോ ഓഫ് ഡിമാൻഡ് അതേപടി എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലടോ. കാര്യം ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടണമെന്നേ പറയുന്നുള്ളൂ. കൂടിയിട്ടുണ്ടല്ലോ. എക്സിൻ്റെ കേസിൽ ഡിമാൻഡ് കൂടിയല്ലോ, 10 നിന്ന് 11 ആയില്ലേ. വൈയുടെ കേസിലും ഡിമാൻഡ് കൂടി, 12 നിന്ന് 20 ആയില്ലേ. പക്ഷേ ഈ മെഷർമെൻ്റ് ഒരു പ്രശ്നമാണ്. എക്സിനേക്കാൾ കൂടുതൽ ഈ പ്രൈസിലുള്ള കുറവ് എൻജോയ് ചെയ്തത് വൈ ആണ്. അപ്പോൾ അങ്ങനൊന്ന് മെഷർ ചെയ്യണ്ടേ? ലോ ഓഫ് ഡിമാൻഡിനെ കൊണ്ട് അതിനൊന്നും കൊള്ളത്തില്ല. നമുക്കതങ്ങനെ ഒന്ന് മെഷർ ചെയ്തെടുക്കണ്ടേ? എത്ര രൂപ കുറഞ്ഞപ്പോൾ എത്ര ഡിമാൻഡ് കൂടുന്നുണ്ട്, അതറിഞ്ഞാലല്ലേ പ്രൈസ് കുറയ്ക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ചുമ്മാ 10,000 2,000 രൂപയും കുറച്ചിട്ട് ആകെ 1-2 പീസാണ് അധികം വിൽക്കുന്നതെങ്കിൽ എന്തിനാണ് വില കുറയ്ക്കുന്നത്? നോർമലി പോയാൽ പറയും നഷ്ടമേ വരത്തുള്ളൂ. ഇപ്പോൾ 100 രൂപയ്ക്ക് കിടന്ന പ്രോഡക്റ്റ് വലിയ കാര്യത്തിന് 60 രൂപയാക്കി. 100 രൂപയ്ക്ക് മര്യാദയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതാണ്, ഒറ്റയടിക്ക് 60 രൂപയാക്കി. പക്ഷേ ആകെ വിറ്റ് പോയത് അഡീഷണലി 2 പോയിന്റ്. ആകെ വിറ്റത് അഡീഷണലായിട്ട് 2 യൂണിറ്റാണ്. 2 യൂണിറ്റും കൂടെ അഡീഷണൽ വിറ്റ് പോയാൽ നമുക്ക് നഷ്ടമേ വരത്തുള്ളൂ. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. പക്ഷേ മെഷർമെൻ്റ്, അതായത് എത്ര രൂപ കുറഞ്ഞപ്പോൾ എന്ത് മാത്രം ഡിമാൻഡ് കൂടി എന്നൊന്ന് മെഷർ ചെയ്യണം. ആ മെഷർമെൻറ്റിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു പോരായ്മ പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് നോട്ട് ഓൾവേസ് യൂണിഫോം. ഡിമാൻഡിൽ മാറ്റമുണ്ടാകുമെങ്കിലും ആ ഒരു ചേഞ്ച് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ്, സിറ്റുവേഷൻ ബൈ സിറ്റുവേഷൻ പ്രൈസിലുണ്ടാകുന്ന വ്യത്യാസം മൂലം ഡിമാൻഡിൻ്റെ ചേഞ്ചിൽ വ്യത്യാസമുണ്ടാകാം. ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഒന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിറ്റർമിനൻസ്. അതായത് പ്രൈസ് മാത്രമല്ലല്ലോ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്, പ്രൈസ്, ഇൻകം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇല്ലേ. ഈ ഓരോ ഫാക്ടേഴ്സും എത്രത്തോളം ചേഞ്ച് ആകുമ്പോൾ, ഐ റിപ്പീറ്റ്, പ്രൈസ് അടക്കമുള്ള ഓരോ ഫാക്ടേഴ്സിലും എന്തുമാത്രം വ്യത്യാസം വരുമ്പോൾ ഡിമാൻഡ് എങ്ങനെയൊക്കെ ചേഞ്ച് ആകുന്നു, അതിൻ്റെ മെഷർമെൻ്റാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. വെറും ചേഞ്ച് ഇൻ ഡിമാൻഡ് അല്ല, റേറ്റ്, ഡിമാൻഡിൽ എന്തുമാത്രം മാറ്റമുണ്ടായെന്ന് നമ്മൾ നമ്പറിൽ മെഷർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡിമാൻഡ് ഡിറ്റർമിനൻസ്. പ്രൈസ് അടക്കമുള്ള ഓരോ ഫാക്ടേഴ്സിലും മാറ്റം വരുമ്പോൾ അത് ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടി എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, എത്ര രൂപ കുറഞ്ഞപ്പോൾ എന്തുമാത്രം ഡിമാൻഡ് കൂടി നമ്പർ ഇട്ട് പറയണം. അതിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പ് ഇലാസ്റ്റിസിറ്റി പഠിക്കാനുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സിൻ്റെ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ഇത് 4 പഠിക്കാനുള്ളൂ. 4 അല്ല 40 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ സിലബസ് അനുസരിച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടർ, പ്രധാനപ്പെട്ട ഒരു 4 ഫാക്ടറിൻ്റെ ചേഞ്ചിലുണ്ടാകുന്ന വ്യത്യാസം, ചേഞ്ചിലുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈസിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ഡിമാൻഡിന് എന്തുമാത്രം ചേഞ്ച് വരുത്തുന്നു. ചുമ്മാ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞാൽ പോരാ, എന്തുമാത്രം പ്രൈസ് കുറഞ്ഞപ്പോൾ നമ്പർ പറയണം. പ്രൈസ് എത്ര കുറഞ്ഞു, അതുമൂലം ഡിമാൻഡ് എത്ര കൂടി, ഇത് കൃത്യമായിട്ട് നമ്പർ ഇട്ട് പറയുന്നതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതാ നോക്കിയേ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന ഒരു വ്യത്യാസം മൂലം ഡിമാൻഡിന് എന്തുമാത്രം, ഡിമാൻഡിന് എന്ത് വ്യത്യാസമെന്നല്ല, എന്തുമാത്രം, അത് മെഷർ ചെയ്ത് പറയണം. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, അതെനിക്കറിയാം, നിങ്ങൾക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ പോരാ, എത്രമാത്രം ചേഞ്ച് പ്രൈസിനുണ്ടാകുമ്പോഴാണ് ഡിമാൻഡിനൊരു മാറ്റം ഉണ്ടാകുന്നത്, അത് നിങ്ങൾ മെഷർ ചെയ്യണം. ഒരു നമ്പറിൽ പറയണം, ആ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് പറയണം. അതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് 100 രൂപ ഉണ്ടായിരുന്നൊരു പ്രോഡക്റ്റ് 80 രൂപയായിട്ട് കുറഞ്ഞു. അപ്പോൾ എത്ര രൂപ കുറഞ്ഞു? 20 രൂപ കുറഞ്ഞു അല്ലേ? 100 രൂപ ഉണ്ടായിരുന്നൊരു പ്രോഡക്റ്റ് 80 രൂപയായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ 20 രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. 20 രൂപയുടെ കുറവ് വന്നു എന്ന് പറഞ്ഞാൽ 100ൽ നിന്നല്ലേ 80ലേക്ക് കുറഞ്ഞത്? അതെ, 100 രൂപയിൽ നിന്നാണ് 80 രൂപയിലേക്ക് കുറഞ്ഞത്. അപ്പം 100ൻ്റെ 20% തന്നെയാണ് കുറഞ്ഞിരിക്കുന്നത്. 100ൻ്റെ 20%ആണല്ലോ 20 അല്ലേ? അപ്പം 100ൻ്റെ 20% പ്രൈസ് കുറഞ്ഞു. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുന്നത് 100 രൂപയ്ക്ക് എത്രയായിരുന്നു ഡിമാൻഡ്? 10 യൂണിറ്റ് ആയിരുന്നു അല്ലേ? അപ്പം 100 രൂപയ്ക്ക് 10 യൂണിറ്റാണ് വിറ്റുകൊണ്ടിരുന്നത്. നമ്മൾ 20 രൂപ കുറച്ചു, അതായത് 20% കുറച്ചു. അപ്പോൾ 80 രൂപയായി. നോർമൽ കേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടായി, 12എങ്കിലും വിറ്റ് പോകണ്ടേ. 20% പ്രൈസിന് കുറവ് വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 20%, 10ൻ്റെ 20%മാണ് 2. അപ്പോൾ ഒരു 12എങ്കിലും ഡിമാൻഡ് ചെയ്താലല്ലേ നമുക്ക് ഈ പ്രൈസ് കുറച്ചതുകൊണ്ട് വല്ല പ്രയോജനമുള്ളൂ. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കണം, എത്ര പ്രൈസ് കുറഞ്ഞപ്പോൾ എത്ര ഡിമാൻഡ് കൂടി. ഈ രീതിയിൽ നമ്മളൊന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ക്ലിയറായി? അല്ലാതെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, ഇങ്ങനെ പറയുന്നതല്ല. അത് ലോ ഓഫ് ഡിമാൻഡാണ്. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് മൂവ്മെൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിമാൻഡ് മുകളിലേക്ക് മൂവ് ചെയ്യും, പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിമാൻഡ് താഴേക്ക് മൂവ് ചെയ്യും എന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. ഇവിടെ പക്ഷേ മെഷർമെൻ്റ് ഉണ്ട്. പ്രൈസ് എത്ര ശതമാനം താഴേക്ക് പോയപ്പോൾ ഡിമാൻഡ് എത്ര ശതമാനം മുകളിലേക്ക് പോയി എന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതിൽ ആദ്യത്തേതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ആണ് ഒരു ഫാക്ടർ എങ്കിൽ, നമ്മൾ എടുക്കുന്ന ഫാക്ടർ പ്രൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, പ്രധാനമായിട്ട് 5 ടൈപ്പ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. എളുപ്പമാണ്, പഠിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പ്രധാനമായിട്ടും 5 ടൈപ്പ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഈ 5 ടൈപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ഡിമാൻഡിൽ എന്തുമാത്രം വ്യത്യാസം വരുത്തും എന്നതാണല്ലോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ആ ഒരു റേറ്റിൻ്റെ ബേസിലാണ് ഈ 5 ക്ലാസിഫിക്കേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ, 100 രൂപ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് 80 രൂപയായിട്ട് കുറഞ്ഞു. 20% ആണ് കുറഞ്ഞത്. 20% കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ പ്രൈസിലൊരു 20% കുറവ് വരുമ്പോൾ 20% ഡിമാൻഡ് ഇവിടെ 10 ആയിരുന്നു.
ഇവിടെ 100 രൂപയ്ക്ക് 10 ആയിരുന്നു. അപ്പോൾ 100 രൂപയിൽ നിന്നും 80 രൂപയായിട്ട് കുറച്ചില്ലേ? അപ്പോൾ 20% കുറവല്ലേ വന്നത്? അതെ. അപ്പോൾ ഡിമാൻഡിന് എത്ര ശതമാനത്തിൻ്റെ ചേഞ്ച് വന്നു എന്നതിൻ്റെ ബേസിലാണ് ഈ 5 ഇലാസ്റ്റിസിറ്റി പറയുന്നത്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് 5 ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രൈസ് 20% ഇവിടെ കുറഞ്ഞു, ശരി. അപ്പോൾ ഡിമാൻഡ് എത്ര ശതമാനം കൂടി? പ്രൈസ് 20% കുറയുമ്പോൾ ഡിമാൻഡ് എത്ര ശതമാനം കൂടി? ആ ഒരു പെർസെൻറ്റേജിൻ്റെ ബേസിലാണ് 5 ടൈപ്പ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഡിമാൻഡ് 12ആയി. അപ്പോൾ എത്ര ശതമാനം ഡിമാൻഡ് കൂടിയെന്നറിയോ? 20% തന്നെയാണ് ഡിമാൻഡും കൂടിയത്. 20% പ്രൈസ് കുറയുമ്പോൾ 20% ഡിമാൻഡ് തന്നെ കൂടി. കണ്ടോ, 100 രൂപയിൽ നിന്നും 80 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ 10 യൂണിറ്റിൽ നിന്നും 12 യൂണിറ്റായിട്ട് വർധനവ് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. 20% പ്രൈസ് കുറഞ്ഞപ്പോൾ 20% ഡിമാൻഡ് കൂടി. ഇങ്ങനെ പ്രൈസ് എത്രയാണോ കുറയുന്നത് അതിന് ഈക്വലൻ്റ് ആയിട്ടാണ്, ഐ റിപ്പീറ്റ്, പ്രൈസ് എത്രയാണോ കുറയുന്നത് അതിന് ഈക്വലൻ്റ് ആയിട്ടാണ് ഡിമാൻഡ് കൂടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ ഓർഡർ കീപ്പ് ചെയ്യുന്നില്ല, പഠിപ്പിക്കാനുള്ള സൗകര്യം വെച്ചിട്ട് പറയുവാണ്. നമുക്ക് പ്രൈസ് എത്ര ശതമാനം കുറഞ്ഞു? ഈ കേസ് തന്നെ നോക്കിക്കോ, ഇത് തന്നെ പരീക്ഷയ്ക്ക് എഴുതാം. 20% കുറഞ്ഞു. ഡിമാൻഡ് എത്ര ശതമാനം കൂടി? 20% തന്നെ കൂടി. അപ്പോൾ പ്രൈസിലുള്ള ചേഞ്ചും ഡിമാൻഡിലുള്ള ചേഞ്ചും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ ആദ്യത്തേത് ഞാൻ പഠിപ്പിക്കുകയാണ്, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അതിൻ്റെ മീനിങ് എന്താ? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ when the quantity demanded for a product changes in proportionate to change in price. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണോ അതേ ചേഞ്ച് തന്നെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റിയുടെ കർവ് വരയ്ക്കുമ്പോൾ എക്സ് വൈ മാർക്ക് ചെയ്യുക. എക്സ് ആക്സിസ് ക്വാണ്ടിറ്റി, വൈ ആക്സിസ് പ്രൈസ്. പി എന്ന പോയിന്റിൽ നിലവിൽ ക്യൂ ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ്. ആ പ്രൈസിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ക്യൂ എന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രൈസ് കുറയ്ക്കുക P1ലേക്ക്. എത്രയാണോ ഇവിടെ കുറഞ്ഞത് അതുപോലെ മെഷർ ചെയ്യണേ. എത്രയാണോ ഇവിടെ കുറഞ്ഞത് ഈ ഡിസ്റ്റൻസ് തന്നെ കൂട്ടുക. സോ പ്രൈസ് എത്രയാണോ കുറഞ്ഞത് ഈ ഒരു അളവ്, ഇപ്പോൾ സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ കുറച്ചാൽ ഇവിടുന്ന് വലത്തോട്ട് 1 സെൻറ്റിമീറ്റർ തന്നെ കൂട്ടണം. ഓക്കെ, അപ്പോൾ എത്രയാണോ പ്രൈസ് കുറഞ്ഞത് അതിന് ഈക്വലൻ്റ് ആയിട്ട് അതേ പ്രപ്പോർഷനിൽ തന്നെ ഡിമാൻഡ് കൂടുന്നതിനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. കർവ് എന്ന് പറയുമ്പോൾ നോർമൽ ഡിമാൻഡ് കർവ്. എത്രയാണോ പ്രൈസ് കുറയുന്നത് അത്രയും തന്നെ ഇങ്ങോട്ട് ഡിമാൻഡ് കൂടണം. മനസ്സിലായി? ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കുമ്പോൾ 1 സെൻറ്റിമീറ്ററാണ് കുറയ്ക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും 1 സെൻറ്റിമീറ്റർ അകലം എടുത്ത് വേണം ഇങ്ങോട്ട് ഡിമാൻഡ് കൂട്ടാൻ. അതായത് P തൊട്ട് P1 വരെയുള്ള അകലവും Q തൊട്ട് Q1 വരെയുള്ള അകലവും സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആണെങ്കിൽ അതിനെ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാം. അവിടെ EP = 1 എന്ന് ഉദ്ദേശിക്കുന്നത് 1 രൂപ കുറഞ്ഞാൽ 1 ഡിമാൻഡ് കൂടും. ആ ഒരു അർത്ഥത്തിലാണ്. 1% പ്രൈസ് കുറഞ്ഞാൽ 1% ഡിമാൻഡ് കൂടും. അതാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ നോക്കൂ. 100 രൂപ ഉണ്ടായിരുന്നു 80 രൂപയായിട്ട് കുറയുന്നു. 20% പ്രൈസ് കുറഞ്ഞു. പക്ഷേ അപ്പോൾ ഡിമാൻഡ് 14ആയി. ഡിമാൻഡ് 14ആയി. എത്ര ശതമാനം ഡിമാൻഡ് കൂടിയെന്നറിയോ? 40% ഡിമാൻഡാണ് കൂടിയത്. കാര്യം 10 നിന്ന് 14 ആയില്ലേ. 20% പ്രൈസ് കുറഞ്ഞപ്പോൾ 40% ഡിമാൻഡ് കൂടി. 20% പ്രൈസ് കുറഞ്ഞപ്പോൾ 40% ഡിമാൻഡ് കൂടി. അതിനെയാണ് മോർ ഇലാസ്റ്റിക് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. നിങ്ങൾ മോർ ഇലാസ്റ്റിക് എന്ന് പഠിച്ചാലും മതി. മോർ ഇലാസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കൂടുതലായിരിക്കും ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച്. ഇഫ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഈസ് മോർ ദാൻ 1, ദ പ്രോഡക്റ്റ് ഈസ് സെഡ് ടു ബി റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. അതായത് പ്രപ്പോർഷനേറ്റ്ലി മോർ ചേഞ്ച് ആയിരിക്കും. ഞാനിവിടെ കാണിച്ചത് തന്നെ, നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുത്താൽ മതി പരീക്ഷയ്ക്ക് വേണ്ടി. 100 രൂപയിൽ നിന്നും 80 രൂപയായിട്ട് കുറയുന്നു.
അപ്പോൾ 20% പ്രൈസാണ് കുറഞ്ഞത്. അങ്ങനെ 20% പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് നോക്കി 10 ഇന്ന് 14 കൂടി എന്ന് പറഞ്ഞാൽ 40% ഡിമാൻഡ് കൂടി. മോർ ഇലാസ്റ്റിക് ആണ്, അതായത് പ്രൈസിന് മുകളിലാണ്. നമ്മുടെ പ്രൈസ് കുറഞ്ഞതിനേക്കാൾ വളരെ മുകളിലാണ്, പ്രൈസ് കുറഞ്ഞതിനേക്കാൾ വളരെ കൂടുതലാണ് ഡിമാൻഡ് കൂടുന്നത്. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പി തൊട്ട് P1 വരെയുള്ള അകലത്തിനേക്കാൾ കൂടുതലായിരിക്കണം Q തൊട്ട് Q1 വരെയുള്ള അകലം. അതായത് ഒറിജിനൽ പ്രൈസ് P ആണ്. P ആയിരുന്നപ്പോൾ നമ്മൾ Q ഡിമാൻഡ് ചെയ്യും, പ്രൈസ് കുറഞ്ഞു, P1 ആയിട്ട് കുറഞ്ഞു, അപ്പോൾ ആ ഡിമാൻഡ് നന്നായിട്ടങ്ങ് കൂടി. ഈ അകലമല്ല. അപ്പോൾ നിങ്ങൾ സ്കെയിലിട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ Pയും P1ഉം തമ്മിലുള്ള അകലത്തിനേക്കാൾ കൂടുതലായിരിക്കണം Q1. കാര്യം എന്താ? പ്രൈസ് ഒരല്പം കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുന്നു എന്ന് കാണിക്കണം. അപ്പോൾ ഇതിനെയാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇത് തിരിച്ചും വരാം. പ്രൈസ് 100-ൽ നിന്നും 80 കുറഞ്ഞു, അതിനകത്തൊരു മാറ്റവും ഞാൻ പറയുന്നില്ല. അപ്പം 20% പ്രൈസ് സമ്മതിച്ചു. പക്ഷേ ഇവിടെ 11 ഡിമാൻഡ് കൂടിയോളൂ, ഇവിടെ 11 ഡിമാൻഡ് കൂടിയുള്ളൂ. അപ്പോൾ 10% ഡിമാൻഡേ കൂടിയോളൂ. 20% പ്രൈസ് കുറഞ്ഞിട്ടും 10%മാണ് ഡിമാൻഡ് കൂടിയത്. ലെസ് ഇലാസ്റ്റിക്. അതിനെയാണ് ലെസ് ഇലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, അതിനെയാണ് ലെസ് ഇലാസ്റ്റിക് എന്ന് വിളിക്കും. പ്രൈസ് നന്നായിട്ട് കുറഞ്ഞു, ഇതാ നോക്കിയേ, കണ്ടോ? P to P1 പ്രൈസ് നന്നായിട്ട് കുറഞ്ഞു, പക്ഷേ ഡിമാൻഡ് കർവോ കുറച്ചേ കൂടിയോളൂ. പ്രൈസ് കുറഞ്ഞതിന് അത്രയും, പ്രൈസ് നന്നായിട്ട് കുറഞ്ഞുണ്ടോ, പക്ഷേ ഡിമാൻഡ് ഇത്രയും കൂടിയോളൂ. ഇതിനെയാണ് ലെസ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക, PQ മാർക്ക് ചെയ്യുക. ഒരുപാട് പ്രൈസ് താഴ്ത്തണം, പക്ഷേ ഡിമാൻഡ് ഒരല്പമേ കൂട്ടാവും. അപ്പോൾ ഇതിനെ സ്റ്റീപ്പായിട്ട് നിൽക്കും, നല്ല രീതിയിൽ ഒരല്പം കുത്തനെ തന്നെ ആ കർവ് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കുത്തി തന്നെ നിൽക്കും. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ 3 പഠിച്ചേ. ഇപ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എത്ര രൂപ, എത്ര പെർസെൻറ്റേജ് ആണോ പ്രൈസ് കുറയുന്നത് അത്രയും തന്നെ ആ ഒരു പ്രപ്പോർഷനേറ്റ്ലി തന്നെ ഡിമാൻഡ് കൂടും, യൂണിറ്റ്. അടുത്ത മോർ ഇലാസ്റ്റിക്, വളരെ ചെറിയൊരു പ്രൈസ് ചേഞ്ചേ ഉണ്ടാവും, പ്രൈസ് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടേ ഉള്ളൂ, ഡിമാൻഡിന് ഭയങ്കരമായിട്ട് കൂടും. അതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക്. ഇനി ലെസ് ഇലാസ്റ്റിക് എന്താ? പ്രൈസ് നന്നായിട്ട് കുറഞ്ഞു, പക്ഷേ ഡിമാൻഡ് വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തില്ല. ഡിമാൻഡ് കൂടുന്നുണ്ട്, പക്ഷേ സ്ലോ ഗ്രോത്ത് ആണ്. അതാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി ഇതൊന്നും കൂടാതെ 2 എണ്ണം കൂടെ ഉണ്ട്, മൊത്തം 5 എണ്ണമല്ലേ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നൊരു കാറ്റഗറി ഉണ്ട്. ഇത് പ്രാക്ടിക്കലി ഇത് റിയാലിറ്റി അല്ല, ഇത് എക്കണോമിസ്റ്റുകളുടെ ഒരു സങ്കല്പം മാത്രമാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവും, ഡിമാൻഡിന് അവസാനമില്ലെന്നാണ്. ഈ ഡിമാൻഡ് ഇങ്ങനെ പോയിക്കൊണ്ട് ഇൻഫിനിറ്റ് ആണ്. പ്രൈസിലുണ്ടാകുന്ന ചെറിയൊരു ചേഞ്ച് ഡിമാൻഡിന് ഇനി ഒരു അവസാനമേ ഇല്ല, ഭയങ്കര ഡിമാൻഡ്, ഇൻഫിനിറ്റ് ഡിമാൻഡ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇല്ല, ഒരിക്കലും അവസാനിക്കാത്ത ഡിമാൻഡൊന്നുമില്ല. ഇതൊരു റിയാലിറ്റി ഒന്നും അല്ല. എങ്കിലും നമ്മൾ ഒന്നാമതായിട്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് എഴുതിയാൽ മതി. എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. കർവ് ഇങ്ങനെ വരും, പാരലൽ ടു എക്സ് ആക്സിസ് വരച്ചാൽ മതി. ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്നുദ്ദേശിക്കുന്നത് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഡിമാൻഡിന് ഒരു മാറ്റവും ഇല്ല. പ്രൈസ് കൂടി, നോക്ക്, പ്രൈസ് കൂടി, ഡിമാൻഡ് അത് തന്നെ. പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് അത് തന്നെ. അപ്പം Y ആക്സിസിന് പാരലായിട്ട് ഡിമാൻഡ് കർവ് നിൽക്കും, ഇങ്ങനെ കുത്തരങ്ങ് നിൽക്കും. ഡിമാൻഡിന് ഒരു അനക്കവും ഇല്ല. പ്രൈസ് കൂട്ടിക്കോ, ഡിമാൻഡ് മാറത്തില്ല. പ്രൈസ് കുറച്ചോ, ഡിമാൻഡ് മാറത്തില്ല. സോൾട്ട് നല്ലൊരു എക്സാമ്പിളാണ്. പ്രൈസ് കുറവാണെന്നൊരു നമ്മളാരും കൂടുതൽ ഉപ്പ് വാരി തിന്നത്തൊന്നുമില്ല. സോൾട്ടാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ. പഞ്ചസാര പിന്നും കുറച്ചൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല രുചിയാണെന്നെങ്കിലും പറയാം. ഉപ്പ് വെറുതെ ആവശ്യമില്ലാതെ കൂടുതലിട്ടാൽ വലിയ പ്രശ്നമാണ്, മനസ്സിലായി. ഈ സോൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എക്സാമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. കാര്യം സോൾട്ടിൻ്റെ കേസിൽ മനുഷ്യൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഉപ്പ് കൂടുതലിട്ടിട്ട്, ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ചായ എടുക്കാൻ പറയുമ്പോൾ വീട്ടിൽ പറയാറുണ്ട്, അപ്പോൾ നമ്മളൊക്കെ മധുരം കൂട്ടിയെടുക്കാൻ പറയും. പക്ഷേ ഏതെങ്കിലും ഒരു കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പിൻ്റെ കേസിൽ കുറേ ഉപ്പ് വാരി ഇടാൻ നമ്മൾ പറയത്തില്ല. ഉപ്പ് കിലോ 10 രൂപയേ ഉള്ളൂ, പഞ്ചസാരകളും വിലക്കുറവാണ് എന്ന് കരുതി 2 ചാക്ക് ഉപ്പൊന്നും പൊട്ടിച്ച് കറിക്കകത്ത് ഇടത്തില്ല. അവിടെ പക്ഷേ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും വീട്ടിൽ 1 കവർ ഉപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ 1 കവർ ഉപ്പേ ആ സമയത്ത് ഉപയോഗിക്കൂ. അല്ലാതെ പ്രൈസ് കുറഞ്ഞെന്ന് കരുതി 2 കവർ ഉപ്പ് വാങ്ങിക്കൊണ്ട് വന്ന് തട്ടിയിടത്തില്ല. ഓക്കെ, മനസ്സിലാകുന്നു. പക്ഷേ പഞ്ചസാര എന്ന് പറയുന്നത് പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ കൂടുതലായിട്ട് വേണമെങ്കിൽ വാങ്ങി വെക്കാം. കാര്യം കൺസംഷൻ ഫ്ലെക്സിബിൾ ആക്കാം.
ഉപ്പിൻ്റെ കേസ് എന്ന് പറയുന്നത് 10 രൂപയുടെ ഉപ്പ് 12 കൂടുന്നത് കൊണ്ടോ 8 രൂപയായിട്ട് കുറയുന്നത് കൊണ്ടോ പ്രത്യക്ഷത്തിൽ നമ്മുടെ വീട്ടമ്മമാർ നമ്മുടെ അമ്മമാരൊന്നും ഉപ്പ് അങ്ങനെ അധികമായിട്ട് മേടിച്ച് വെക്കില്ല, കുറയ്ക്കാറുമില്ല. പ്രൈസ് കൂടി, ഇപ്പോൾ ഉപ്പിൻ്റെ വില കൂടിയെന്നും പറഞ്ഞ് ഇനിയിപ്പോൾ കറിക്കൊന്നും ഉപ്പ് വേണ്ട അങ്ങനെ പറയാറില്ല. ഉപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എസെൻഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 5 പ്രൈസ് ഇലാസ്റ്റിസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓടിച്ച് പറഞ്ഞാൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്തായിരുന്നു? പ്രൈസിൽ എത്ര രൂപയുടെ ചേഞ്ചാണോ ഉണ്ടാകുന്നത് അതേ ചേഞ്ച് തന്നെ ഡിമാൻഡിനെയും സെയിം ചേഞ്ചാണ്. 20% കുറഞ്ഞാൽ 20% ഡിമാൻഡ് കൂടണം, അതാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. ഇനി റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസ് 20% കുറഞ്ഞപ്പോൾ 20% കൂടുതലായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. എന്താ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്? പ്രൈസ് 20% കുറഞ്ഞു, പക്ഷേ ഡിമാൻഡ് 10% കൂടിയോളൂ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്താ? പ്രൈസിൽ ചെറിയൊരു ചേഞ്ച് വന്നപ്പോൾ ഡിമാൻഡ് ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണ്, റിയാലിറ്റി അല്ല. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്താണ്? പ്രൈസ് കൂടിയാലും ശരി കുറഞ്ഞാലും ശരി ഡിമാൻഡിനൊരു മാറ്റവുമില്ല. വേണമെങ്കിൽ ഉപ്പ് നല്ലൊരു എക്സാമ്പിളായിട്ട് പറയാം. പ്രൈസ് കൂടി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഉപ്പ് കുറയ്ക്കാനോ പ്രൈസ് കുറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഉപ്പിൻ്റെ കൺസംഷൻ കൂട്ടാനോ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ റിയാലിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും അതിലാദ്യത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും. ഇനി ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന ടോപ്പിക്ക് തീർന്നിട്ടില്ല. ഇതിനകത്ത് 1-2 ചെറിയ പ്രോബ്ലമൊക്കെ ചെയ്ത് കാണിച്ചു തരാം. പിന്നീട് ഇതിൻ്റെ യൂസും ഒബ്ജക്റ്റീവും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ടോപ്പിക്കാണ് തീർന്നിരിക്കുന്നത്. മീൻസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി തീർന്നു എന്ന് വിചാരിക്കല്ലേ, ഒരു ചെറിയ ടോപ്പിക്കാണ് തീർന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ കൃത്യമായിട്ട് നോക്കണം. നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ച് തന്നെ വരയ്ക്കണം. ഓക്കെ.